ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ലിജൂസ് ഓൺ. അപ്പോൾ നമ്മൾ ഗേറ്റിന്റെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ വ്യൂസ് ഒക്കെ വളരെ വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ഗേറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോപ്പ് മാർക്ക് 2025 ടോപ്പ് മാർക്ക് എത്രയായിരുന്നു, അതുകൂടാണ്ട് 81-നും 90-നും ഇടയ്ക്ക് എത്ര പേർക്ക് എത്ര പേരുണ്ട്, 70-നും 80-നും പേരിൽ എത്ര പേരുണ്ട്, അതേപോലെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാത്ത എത്ര പേരുണ്ട്, എത്ര പേരാണ് കട്ട് ഓഫ് ക്ലിയർ ആയിരിക്കുന്നത്. കംപ്ലീറ്റ് അനാലിസിസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഗേറ്റ് 2025 IIT റൂർക്കി ആയിരുന്നു കണ്ടക്ട് ഉണ്ടായിരുന്നത്, അല്ലെ? 2025 IIT റൂർക്കിയാണ് കണ്ടക്ട് ഉണ്ടായിരുന്നത്. അപ്പോ അവര് പുറത്തുവിട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പെർഫോമൻസ് റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഓക്കെ, ഇതിലിപ്പോ നമുക്ക് പേപ്പർ വൈസും കാറ്റഗറി വൈസും ക്വാളിഫയിങ് മാർക്സ് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആകുമ്പോൾ 83,355 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് അവർക്കൊക്കെ എന്താ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ 83,355 പേർക്ക് എന്താ അവിടെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ എക്സാം എഴുതിയേക്കുന്ന ആകെ 67,701 പേര് മാത്രമേ എക്സാം എഴുതിയിട്ടുള്ളൂ. അതിലാകെ ക്വാളിഫൈ ചെയ്തേക്കുന്ന എത്ര, 11,902 പേര് മാത്രമേ അവിടെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് കൂടാണ്ട് ഇവരുടെ ആവറേജ് മാർക്ക് 14-ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10-ഉം ആണ്. അപ്പൊ ഈ ക്വാളിഫയിങ് മാർക്സ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലിന്റെ കേസിൽ 25-ഉം, OBC അല്ലെങ്കിൽ EWSന്റെ കേസിൽ 22.5-ഉം, SC ST PWD കാൻഡിഡേറ്റ്സിന് 16-ഉമാണ് ക്വാളിഫയിങ് മാർക്ക്. അപ്പം 16-ന് മേലെയുള്ള ST SC അതേപോലെ PWD, 22-ക്ക് മേലെയുള്ള OBC EWS, 25-ന് മേലെയുള്ള ജനറൽ കാറ്റഗറി എല്ലാവരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുക, ആകെ 11,000 പേര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. ഔട്ട് ഓഫ് 83,355. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനിയിപ്പം അത് കൂടാണ്ട് നമ്മൾ കാറ്റഗറി വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി നോക്കി കഴിഞ്ഞാൽ 21,000 അപ്ലിക്കൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 16,000 പേര് എക്സാം എഴുതി, 2,931 പേര് മാത്രമേ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. ജനറൽ EWS ആണെങ്കിലോ 6,342, അതിൽ 5,418 പേരും അപ്പിയർ ചെയ്ത് എക്സാം എഴുതി, 1,124 പേര് ക്വാളിഫൈ ചെയ്തു. OBC ആണെങ്കിൽ 33,903 അപ്ലൈ ചെയ്തു, 28,000 പേര് എക്സാം അറ്റൻഡ് ചെയ്തു, 4,510 പേര് മാത്രമേ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. SC ആണെങ്കിലോ 15,458 പേര് രജിസ്റ്റർ ചെയ്തു, 12,345 പേര് എക്സാം എഴുതി, 2,491 പേര് ക്വാളിഫൈ ആയി. ST കാൻഡിഡേറ്റ്സ് 6,000 പേര് അപ്ലൈ ചെയ്തു, 4,800 എക്സാം അറ്റൻഡ് ചെയ്തു, 846 പേര് എന്ത് ചെയ്തു, ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾക്ക് പേപ്പറിൽ, ഓരോ പേപ്പറിൽ എത്ര മാർക്ക്, മാക്സിമം മാർക്ക് എത്രയാണെന്നില്ലായിരുന്നു നോക്കാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മാക്സിമം മാർക്ക് കിട്ടിയിരിക്കുന്നത് 81.67 മാർക്കാണ് മാക്സിമം മാർക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. ഔട്ട് ഓഫ് 100 81.67. പിന്നെ മിനിമം മാർക്കായിട്ട് പറഞ്ഞുള്ളത് -15.67 മാർക്കാണ് അവിടെ മിനിമം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എത്ര പേർക്ക് ഇത്ര റേഞ്ചിനുള്ളതെന്നില്ല കാര്യം. അപ്പൊ അതിൽ നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ 80-ന് മേലെ ആകെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആകെ 67,701 പേരാണ് എക്സാം അറ്റൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ 80-നും 90-നും മേലെ ആകെ ഒരാൾക്ക് മാത്രമേ മാർക്കുള്ളൂ. 81 പോയിന്റ് സംതിങ്, അതാണ് നമ്മളുടെ ടോപ്പർ. പിന്നെ 70-നും 80-നും അടക്കം 38 പേർക്ക് മാർക്കുണ്ട്, 38 പേരുണ്ട്. 70-നും 80-നും അടക്കം 38 പേരുണ്ട്. പിന്നെ 60-നും 70-നും അടക്കം 171 പേരുണ്ട്. 60-നും 70-നും ഇടക്ക് 170 പേരുണ്ട്. അപ്പൊ നമ്മുടെ PSUs ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കുറെ PSU ഒക്കെ വിളിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ 60-ന് മേലെ മാർക്ക് ഉണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും PSU നല്ല ജോലി കിട്ടും. അത് 55-ന് മേലെയാണെന്നുണ്ടെങ്കിൽ എന്താ, കുറച്ചും കൂടി അവിടെ ചാൻസസ് കൂടുതലാണ്. അതിന് 50-നും 60-നും ഇടക്കാണെങ്കിലോ 575 മാർക്ക്, 575 പേരുണ്ട്. 50-നും 60-നും ഇടക്ക് 575 പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എക്സാം പാറ്റേൺ ഒക്കെ ഓൾറെഡി അറിയുന്നതാണ്. അപ്പൊ മാത്സും അതേപോലെ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ പഠിച്ചത് തന്നെ 30 മാർക്കിന്റെ അടുത്തുണ്ട്. ബാക്കി ഒരു 30 മാർക്ക് നിങ്ങൾക്ക് ടെക്നിക്കലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ, നിങ്ങളിപ്പം PSUയിൽ കയറിയിട്ടുണ്ടാവും. അതേപോലെ 40-നും 50-നും ഇടക്ക് 1,329 പേര്, 30-നും 40-നും ഇടക്ക് 3,172 പേര്, 20-നും 30-നും ഇടക്ക് 8,679 പേര്. കണ്ടില്ലേ, ടോപ്പ് റാങ്കിന്ന് ഇങ്ങോട്ട് മാർക്ക് കുറയുമ്പോൾ എന്താ, ആൾക്കാരുടെ എണ്ണം കൂടി 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 വരുവാണ്. കണ്ടില്ലേ, 10-നും 20-നും ഇടക്ക് 3,000, 10-നും 0-നും ഇടയ്ക്ക് 25,000, നെഗറ്റീവ് മാർക്കിംഗ് 5,000 പേർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ കുറെ പേരൊന്നും സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്നില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടു എന്നിട്ടാണ് എക്സാമിന് വേണ്ടി പോകുന്നത്. അതിനാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് കാണുന്നത്. പിന്നെ
സ്കോറാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെ സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഔട്ട് ഓഫ് 1000ലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് ഇത്. അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ നമ്മൾ ഓരോ കേരളത്തിൽ ഇത്ര പേര് ക്വാളിഫൈ ആയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ആഹ് ഇനിയിപ്പോ നമുക്ക് ജെൻഡർ വൈസ് കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം. ഇലക്ട്രിക്കൽ 24,000 ഫീമെയിൽ ഉണ്ടായിരുന്നു. അതിൽ 20,000 പേര് അപ്ലൈ ചെയ്തു. സോറി, 20,000 പേര് എക്സാം അറ്റൻഡ് ചെയ്തു. 1865 പേര് ക്വാളിഫൈ ചെയ്തു. മെയിൽ ആണെങ്കിൽ 58,000 പേര് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു. 47,000 അറ്റൻഡ് ചെയ്തു. 10,000 പേര് എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇനിയിപ്പോ കാറ്റഗറി വൈസ് അല്ലെങ്കിൽ ജെൻഡർ വൈസ് ക്വാളിഫൈ ആയ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. അതും വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം. നമുക്ക് അതിന് മുന്നേ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് വൈസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ കേരളത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മെയില് ഫീമെയില് അതർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ കേരളം. ഓക്കെ, കേരളത്തിൽ 20,928 മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 16,735 പേര് എക്സാം അറ്റൻഡ് ചെയ്തു. 3,464 പേര് എന്ത് ചെയ്യുക, ക്വാളിഫൈ ആയി. അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ 28,585 പേര് അപ്ലൈ ചെയ്തു. 22,000 എക്സാം അറ്റൻഡ് ചെയ്തു. 3,691 പേര് എന്ത് ചെയ്തു, എക്സാം ക്വാളിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, അതർ കാറ്റഗറിയിൽ 7 എന്നുള്ള രീതിയിൽ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇനിയിപ്പം ജസ്റ്റ് ഒരു കാര്യം കൂടി, സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ ടോട്ടൽ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ 21,721 പേര് ജനറൽ കാറ്റഗറി, 16,000 എക്സാം അറ്റൻഡ് ചെയ്തു. 3,194 പേര് ക്വാളിഫൈ ചെയ്തു. ജനറൽ EWS, OBC, SC ST കാൻഡിഡേറ്റ്സിന് കേസിലുള്ള കണക്കാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഡാറ്റാസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് നിങ്ങളുടെ ഗേറ്റ് എന്ന് പറയുന്നത് അധികം അത്രക്കും ടഫ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല. ബേസിക്കലി ടഫ് ആണ്, കാരണം വെച്ചാൽ നിങ്ങൾ എഞ്ചിനീയറിംഗിന്റെ കുറച്ചധികം ലെവലിൽ കൂടി നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 60+ അല്ലെങ്കിൽ 70+ മാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട് ഓഫ് 100 വാങ്ങിക്കണമെന്നില്ല. ഞാൻ ആ ഒരു ഡാറ്റ കണ്ടില്ലേ, 2025 ഡാറ്റയാണിത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തേക്ക് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.